ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഇന്നലെ സിതയുടെ സ്കൂളിലെ ഫസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവൾ സ്കൂളിലോട്ട് പോയതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ അവളുടെ സ്കൂള്. പടിഞ്ഞാറ്റുമുറി GLP സ്കൂളാണ്, ഗവൺമെൻറ് സ്കൂളാണ്. അപ്പോൾ നിങ്ങൾ രാവിലെ ഒരു 10:15 തന്നെ സ്കൂളിലെത്തി. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് തന്നെ എത്താൻ വേണ്ടിയിട്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനും കുറച്ച് സമയമാണല്ലോ. 10:30 സാധാരണ സ്കൂളിൻ്റെ നോർമൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ 10:15 ആയപ്പോഴത്തേക്കും സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സമയം കൊണ്ട് തന്നെ ഒരുപാട് രക്ഷിതാക്കൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനിതിന് വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് മോനെ ഉണർന്നിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് അവൻ്റെ സൗണ്ട് കേൾക്കുന്നത്. സ്കൂളിൽ പാട്ടൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോപ്പറേറ്റിൻ്റെ പ്രശ്നം വരുന്ന എഴുതിയിട്ട് ഞാനത് ഒഴിവാക്കിയതാണ്. സിതയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പോകുന്ന സമയത്ത് ഭയങ്കര ഹാപ്പി തന്നെയായിരുന്നു. അപ്പം ഷാസിലൊക്കെ ഓട്ടോ വരുന്നുണ്ടായിരുന്നു, അവർ അതിലാണ് പോയത്. അപ്പോൾ അവൾ അതിലൊക്കെ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കൊണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ഇലക്ഷനും കൂടിയാണ് അവളെ സ്കൂളിലോട്ട് കൊണ്ടാക്കിയത്. ലക്ഷ്മിനെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിപ്പിച്ച ടീച്ചർ തന്നെയാണ് ഇവൾക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് ടീച്ചറെ നേരത്തെ തന്നെ അറിയായിരുന്നു. അപ്പോൾ ടീച്ചറോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. സ്കൂൾ മൊത്തം നല്ല രസമായിട്ട് തന്നെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ബലൂണുകളും പേപ്പറുകളൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ പേപ്പറുകൾ കണ്ടില്ലേ, ഓരോ അക്ഷരങ്ങൾ എഴുതി വെച്ചിട്ട് തന്നെ നന്നായിട്ട് പൂക്കളായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ വന്ന സമയത്ത് ഒരുപാട് രക്ഷിതാക്കൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും KG-ലോട്ടും അതുപോലെ തന്നെ 1-ാം ക്ലാസ്സിലോട്ടും വന്നിട്ടുള്ള കുട്ടികളുടെ രക്ഷിതാക്കളാണ്. ഞാൻ അവളെ ആക്കിയിട്ട് അപ്പം തന്നെ ഇങ്ങോട്ട് പോരാന്നൊക്കെ കരുതിയിട്ട് പോയതായിരുന്നു. പക്ഷേ ടീച്ചറോട് പറഞ്ഞിട്ട് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മോനെ ഉറക്കി കിടത്തിയിട്ട് പോയതായിരുന്നു. അപ്പം വേഗം തന്നെ പോകണമെന്നൊക്കെ കരുതിയിട്ട് പോയതായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പം ഒരുപാട് ഇത് കണ്ടില്ല, ഇതുപോലെ ഒരുപാട് പരിപാടികൾ അവരുടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പം കുറച്ചുകൂടെ നിൽക്കാമെന്ന് തോന്നി. അപ്പോൾ ഇത് കുട്ടികൾക്ക് അവരുണ്ടാക്കിയിട്ടുള്ള ക്യാപ്പാണ് കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ടാണ് 1-ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ അവർ പുറത്ത് അസംബ്ലിക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർക്ക് പ്രത്യേക അസംബ്ലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഗ്രൗണ്ടിലോട്ട് കൊണ്ടുപോവാണ്. ഇത് അവിടെയുള്ള പ്രതിമകളാണ് കേട്ടോ. സിംഹത്തിൻ്റെയും അതുപോലെ തന്നെ മുതലയുടെയും അതുപോലെ തന്നെ കൊക്ക്, ചെറിയൊരു കുളം ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പന്തലൊക്കെ ഇട്ടിട്ട് ചെറിയൊരു സ്ഥലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സ്കൂളിൻ്റെ മുൻഭാഗത്തായിട്ട് തന്നെ ഒരു സൈഡ് ഭാഗത്തായിട്ടാണ്. അതിനെ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. എല്ലാവരും നല്ല കുട്ടികളായിട്ട് തന്നെ ഇരുന്നിരുന്നു കേട്ടോ. അപ്പോൾ രക്ഷിതാക്കളും 2 സൈഡുകളായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പ്രാർത്ഥനയോടെയാണ് അസംബ്ലി തുടങ്ങിയത്. വലിയ കുട്ടികളാണ് കേട്ടോ പ്രാർത്ഥന ചൊല്ലിയത്.
അത് കഴിഞ്ഞ് എച്ച്.എമ്മിൻ്റെ പ്രസംഗമായിരുന്നു. അപ്പോൾ വളരെ നല്ല നല്ല കാര്യങ്ങളാണ് കേട്ടോ എച്ച്.എം പ്രസംഗത്തിലൂടെ പറഞ്ഞത്. കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്തിക്കഴിഞ്ഞാൽ എൻ്റെ സ്കൂളിലെത്തുന്ന കുട്ടികളെ ഞാൻ സംരക്ഷിക്കാം, അത് ഞാൻ ഉറപ്പു തരാം. അവർക്ക് ഏത് തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായാലും നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായി നന്നായി സംസാരിക്കണം. മക്കൾ എന്തും തുറന്നു പറയാവുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ കുഞ്ഞുമായി നിങ്ങൾ ഉണ്ടാക്കണം. അത് പറയാൻ കാരണം ഞാൻ ഉൾപ്പെടെ പലരും സമയമില്ല, നമ്മൾ തിരക്ക് പിടിച്ച ജോലിക്കിടയിൽ കുഞ്ഞുങ്ങളുമായി സംസാരിക്കാൻ നമുക്ക് സമയമില്ല. അവരുമായി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആവണം. കുട്ടിയായിട്ട് നന്നായി സംസാരിക്കണം. ജോലി അടുക്കളയിൽ ചെയ്യുകയായിരിക്കാം, ഓക്കെ, ആ സമയത്തും സംസാരിക്കാം. ഞാൻ ഉൾപ്പെടെ എൻ്റെ മക്കളെ പഠിപ്പിക്കുമ്പോൾ അടുക്കളയിൽ ഞാൻ മീൻ നുറുക്ക് അല്ല എന്ത് പണി ചെയ്യുമ്പോഴായിരിക്കും എൻ്റെ കുട്ടി അടുത്തുണ്ടാവും. അപ്പോഴും അതേതല്ല, അതിനായിട്ടൊരു നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ നമ്മുടെ ജോലിക്കിടയിലും അവരുമായിട്ട് സമയം കണ്ടെത്തുക, അങ്ങനെ പറ്റൂ. അവരുമായി നന്നായി സംസാരിക്കുകയും അവരെന്തും പറയണം. സ്കൂളിൽ പോയ മുതൽ വള്ളി പുള്ളി വിടാതെ ദിവസവും ഒന്ന് സംസാരിക്കുക. എന്തൊക്കെയാണ് മക്കളെ ഉണ്ടായത്, സ്കൂളിൽ മാത്രമല്ല വെളിയിൽ പോയാലും. ഒരു മീറ്റിങ്ങിൽ ഞാൻ പോയപ്പോൾ ഒരു അനുഭവമുണ്ട്. കുട്ടി അമ്മയും ഒത്ത് കല്യാണത്തിന് പോയ കഥകൾ കേട്ടപ്പോൾ നമുക്ക് വിശ്വസിക്കണ്ട. അമ്മ കുട്ടിയെ അവിടെ രക്ഷിതാക്കൾ ഓരോരുത്തരെ കാണുമ്പോൾ അവരുമായിട്ട് വർത്തമാനമാണ്. കുട്ടി അങ്ങനെ കളിച്ച് രസിച്ച് അങ്ങനെ പോയി. കുട്ടി ചെന്നൊരു അപകടത്തിൽപ്പെട്ടു. അപ്പം അങ്ങനെ ഒരുപാട് കേസുണ്ട്. നമ്മളൊന്നും വിശ്വസിക്കില്ല. എപ്പോഴും നമ്മൾ അവെയർ ആയിരിക്കണം നമ്മുടെ കുഞ്ഞിന്മേൽ. ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. അപ്പോൾ എല്ലാ വർത്തമാനങ്ങളും നിങ്ങളുടെ കുട്ടിയായിട്ട് സംസാരിക്കുകയും വിവരങ്ങൾ ആശയങ്ങൾ പങ്കുവയ്ക്കുകയും എന്ത് പ്രശ്നങ്ങൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒന്നും ഉണ്ടാകാതെ ഞാൻ ശ്രദ്ധിക്കും. എന്ത് വിഷയം ഉണ്ടെങ്കിലും ഞാൻ അവൈലബിൾ ആണ്. എപ്പം നിങ്ങൾക്ക് വിളിച്ച് പറയാം. ക്ലാസ് ടീച്ചറോടും പറയാം, എന്നോടും പറയാം. എന്ത് വിഷയങ്ങളും പരിഹരിച്ചു തരുന്നതായിരിക്കും. വലിയ മുതൽ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ മക്കളാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുക. നമ്മുടെ കുട്ടിയാണ് ഏറ്റവും വലിയ അസറ്റ്, അല്ലേ? അല്ലയോ? അതെ. അപ്പോൾ നമ്മുടെ കുട്ടിയെ കരുതി നന്നായി വളർത്തിക്കൊണ്ടുവരാനുള്ള ബാധ്യത നമ്മൾക്കാണുള്ളത്. നല്ലൊരു പങ്കും എൻ്റെ കുട്ടി ഒരു ലെവൽ എത്തുന്നതിൽ നല്ലൊരു പങ്ക് എനിക്കാണുള്ളത്. നാളെ കുറ്റബോധം തോന്നരുത്. എൻ്റെ കുട്ടിക്ക് ഞാനത് ചെയ്തില്ലല്ലോ. കുറേശ്ശെ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകാം, ഓക്കെ, എല്ലാ മനുഷ്യനും ഉണ്ട്. പക്ഷേ എൻ്റെ കുട്ടി ഇത്ര മോശമായി പോകുന്നതിൽ പണ്ടൊരു കഥയുണ്ട്, ഒരു മോഷ്ടാവായ കഥ. ആ മോഷ്ടാവ് തന്നെ എൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തി. കാരണം ചെറുപ്രായത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മോഷ്ടിച്ച് അമ്മേൻ്റെ കൈ കൊണ്ട് കൊടുക്കുമ്പോൾ അമ്മ നിരുത്സാഹപ്പെടുത്തിയ മോനെ അത് ചെയ്യരുതേ എന്ന് പറഞ്ഞില്ല. നാളെ അവൻ ജയിലിൽ ചെന്ന് പിന്നെ അവിടെ വിലങ്ങ് വെച്ചപ്പോൾ അപ്പോഴമ്മയ്ക്ക് കുറ്റബോധം തോന്നി. എൻ്റെ കുട്ടിയെ ചെറുപ്പത്തിൽ ഞാനത് നേർവഴി കാണിക്കാനിട്ടല്ലേ എന്ന്. അങ്ങനെയുള്ള കുറ്റബോധനം നമുക്കുണ്ടാകാതിരിക്കണം. ഞാൻ എല്ലാവരോടും പറയുന്നത് അങ്ങനെയാണെന്നല്ല, അങ്ങനെയൊക്കെയുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മളാണ് നേർവഴി കാണിച്ചു കൊണ്ടുപോകേണ്ടത്. നമ്മളതിന് സമയം കണ്ടെത്തുക, നല്ലതിലൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഒരു കാര്യം കൂടി, കുട്ടി സ്കൂളിൽ വന്ന് ചെയ്യുന്ന വർക്കുകൾ നമ്മുടെ ഒരു ശ്രദ്ധ അത് കുട്ടിന്മേലെ പഠനത്തിലും ഉണ്ടാവണം. ഓരോ ദിവസവും വരുമ്പം വൈകിട്ട് വന്നു കഴിഞ്ഞാൽ മേലും കഴിഞ്ഞ് നമ്മുടെ നാമം ചൊല്ലലോ ഈശ്വരനെ വിളിക്കലൊക്കെ കഴിഞ്ഞിട്ട് കളിയൊക്കെ കഴിഞ്ഞാൽ അത് എടുത്തു വെച്ച് ഓരോ ദിവസവും ചെയ്ത കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കുന്നതിൽ മുൻകൈ എടുക്കേണ്ടത് ആരാണ്? രക്ഷിതാവാണ്. കുഞ്ഞുങ്ങൾക്ക് കളിക്കുക എന്നുള്ളത് പ്രസിഡന്റ് അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടുകൂടി ഈ അവധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം തന്നെ സ്കൂളിൻ്റെ എല്ലാം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി സുധരാമി അവരുടെ സ്നേഹപൂർവ്വം നമ്മുടെ ഇന്നത്തെ പ്രവേശനോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസംബ്ലിക്കിടയിൽ വെയിലായതുകൊണ്ട് കുട്ടികളെയൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഷീറ്റിനടിയിലേക്ക് കൊണ്ടുപോയി കേട്ടോ. നല്ല വെയിലായിരുന്നു. അവിടെ കുറച്ച് നേരം നിന്നിട്ട് ഞാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സ്കൂളൊക്കെ ഒന്ന്
ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള അവർ കൃഷി ചെയ്യുന്ന ചെറിയ ചെറിയ ചെടികളും കാര്യങ്ങളും പിന്നെ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്ന ചെറിയൊരു ഇടാണ്. പിന്നെ അവർക്ക് കളിക്കാനുള്ള പാർക്കാണ് കേട്ടോ അത്. ചെറിയ ചെറിയ ഊഞ്ഞാലുകളും അതുപോലെ തന്നെ തിരിയുന്ന ഈ ഒരു സംഭവമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം അവർക്ക് കളിക്കാനായിട്ട് നല്ല സുഖമാണ്. പിന്നെ വന്ന രക്ഷിതാക്കളുടെ കൂടെ വന്നിട്ടുള്ള ചെറിയ ചെറിയ കുട്ടികളാണ് കേട്ടോ അവിടെ ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ സ്കൂളിൻ്റെ മുഴുവനായിട്ടുള്ള ഭാഗം. ഇത് ഓഫീസാണ്, ബാക്കിയുള്ളതൊക്കെയാണ് സ്കൂളിൻ്റെ കെട്ടിടങ്ങൾ. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഭാഗത്ത് കാണുന്നതാണ് അവരുടെ ഭക്ഷണപ്പുര. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവർക്ക് സ്കൂളിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ബോക്സ് പോലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഫാൻസിയിൽ കയറി കേട്ടോ. അപ്പം അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. നെയിം സ്ലിപ്പ് അതുപോലെ തന്നെ ബോക്സ് നാത്തൂൻ്റെ ഒരു മകനും ഉണ്ട്, അപ്പോൾ അവനും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നോട്ട്ബുക്ക് അത്രയും വാങ്ങിയിട്ടുള്ളൂ. പിന്നെ നോട്ട്ബുക്കുകളൊന്നും അധികം വാങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ ടീച്ചർ പറഞ്ഞതിനനുസരിച്ച് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വാങ്ങാമെന്ന് കരുതിയിട്ട് പലതരത്തിലുള്ള ബോക്സുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ലോക്ക് ടൈപ്പ് ബോക്സ്, അപ്പോൾ അത് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ബൈക്കിൻ്റെ പോലുള്ളൊക്കെ ഓരോ ബോക്സുകളൊക്കെ കുട്ടികളെ പറ്റിക്കാൻ പറ്റിയ ടൈപ്പ് പല തരം ബോക്സുകളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സാധാരണ ടൈപ്പുള്ള 3 ബോക്സാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതാണ്ടോ 2, 4, 6 മേലേക്കാക്കാൻ ഇവിടെ ഉണ്ട് 2. ശരി, അതാണ് അതിൻ്റെ നമ്പർ. ഇങ്ങനെ അടക്കുക, ഇതൊക്കെ കാത്തി ലോക്കൊക്കെ തുറക്കാൻ കഴിയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അവിടുന്ന് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത്. ഉച്ചയ്ക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അവൾ വന്നപ്പോഴും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ, കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതാണ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.